നമസ്കാരം, ഞാൻ കാവാലൻ ശശികുമാർ. ഇന്ന് 450ാമത് ഹിന്ദു സാമ്രാജ്യ ദിനമാണ്. ഛത്രപതി ശിവാജി മഹാരാജ് മഹാരാഷ്ട്രയിൽ മുഗള ഭരണം അവസാനിപ്പിച്ച് സിംഹാസനാരോഹണം നടത്തിയത് 1674 ജ്യേഷ്ഠമാസത്തിൽ വെളുത്തപക്ഷത്തിലെ ത്രയോദശിയിലായിരുന്നു. ജൂൺ 20 എന്നാണ് ആ ദിവസം കണക്കാക്കിയിരിക്കുന്നത്. റായ്ഗഡിലാണ് ആ കിരീടധാരണം നടന്നത്. ചിലർ കരുതും പോലെ ഹിന്ദുമതത്തിൻ്റെ ഭരണാധിപത്യം സ്ഥാപിക്കുകയായിരുന്നില്ല ഹിന്ദു സാമ്രാജ്യ സ്ഥാപനം. അത് മതാധിഷ്ഠിതവുമായിരുന്നില്ല. സനാതന സംസ്കാരത്തിൻ്റെ പരമസത്യത്തിൻ്റെ ആദർശത്തിൽ വിശ്വസിച്ച് സാധാരണക്കാരായ തന്നാട്ടുകാരെ, കർഷകരെയും തൊഴിലാളികളെയും സംഘടിപ്പിച്ച് ബുദ്ധിയും കായികശേഷിയും യുദ്ധതന്ത്രങ്ങളും പ്രയോഗിച്ച് ആക്രമണത്തിൻ്റെയും അതിക്രൂരതയുടെയും മതവരയുടെയും അടയാളമായിരുന്ന ആളിനെ തോൽപ്പിച്ച് കീഴടക്കിയ പ്രക്ഷോഭ യുദ്ധത്തിൻ്റെ സാഫല്യമായിരുന്നു അത്. യുദ്ധത്തിലെ ശിവാജിയുടെ വിജയവും അദ്ദേഹത്തിൻ്റെ നാട്ടുസേനയും മുഗളപ്പടയെ കീഴ്പ്പെടുത്തിയതും ഒക്കെ മാത്രമാണ് ശിവാജിയുടെ വീരവൃത്തിയായി ചരിത്രത്തിൽ അവിടെ പരാമർശിക്കപ്പെടുന്നത്. ഭരണമേറ്റ ശിവാജി മഹാരാജ് അടിമത്തം അവസാനിപ്പിച്ചു, രാജ്യസുരക്ഷ ശക്തമാക്കി, ദരിദ്ര കർഷകർക്ക് ദുരിതാശ്വാസ പദ്ധതി ഏർപ്പെടുത്തി, ധർമ്മശാലകൾ നാടെങ്ങും സ്ഥാപിച്ചു, ക്ഷേത്രങ്ങൾ പുനരുദ്ധരിച്ചു, അഴിമതിയോടും രാജ്യദ്രോഹത്തോടും സന്ധിയില്ലാത്ത പ്രവർത്തനം നടത്തി, വാണിജ്യം, വ്യവസായം, വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ മേഖലയിൽ ശ്രദ്ധ വെച്ച് വലിയ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ നിന്ന് 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ പ്രതാപഗഡ് എന്ന കോട്ടയിലെത്താം. ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ, അതായത് പുരാവസ്തു സംരക്ഷണ വകുപ്പിൻ്റെ നിയന്ത്രണത്തിലാണ് ഈ കോട്ട. ശിവാജി മഹാരാജിൻ്റെ ജീവിതത്തിൽ വളരെ ചരിത്രപ്രസിദ്ധമാണ് ഈ കോട്ട. മുഗൾ ഭരണാധികാരികളിൽ ക്രൂരനായിരുന്ന അഫ്സൽ ഖാൻ സുരക്ഷിതനായി കഴിഞ്ഞിരുന്നത് ഇവിടെയാണ്. സതാറ ജില്ലയിൽ മഹാബലേശ്വറിൽ നിന്ന് 24 കിലോമീറ്റർ ദൂരം. സമുദ്രനിരപ്പിൽ നിന്ന് 1080 മീറ്റർ ഉയരത്തിലാണ് ഈ കോട്ട. ചുറ്റും മലകളും താഴ്വാരവും. ശിവാജിയും കൂട്ടരും കുതിരപ്പടയും പലവട്ടം ശ്രമിച്ചിട്ടും കീഴടക്കാൻ പറ്റാഞ്ഞ കോട്ട. ഇവിടെയാണ് ശിവാജി തന്ത്രപരമായി അഫ്സൽ ഖാനെ വധിച്ചത്. 1659 നവംബർ 10 അതെന്ന് ചില ചരിത്ര തെളിവുകൾ പറയുന്നു. കോട്ടയിൽ ഇപ്പോൾ ഝണ്ടേ ബ്രിഡ്ജ്, അഫ്സൽ ബ്രിഡ്ജ് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഒരു അറ്റത്താണ് കീഴടങ്ങാനെന്ന ഭാവേന ശിവാജി അഫ്സൽ ഖാനെ നേരിൽ കണ്ടത്. സ്വന്തം കോട്ടയ്ക്കുള്ളിൽ എത്തിച്ച് ശിവാജിയെ ചതിച്ച് വധിക്കാനായിരുന്നു ഖാൻ്റെ പദ്ധതി. അത് മുൻകൂട്ടി കണ്ട് ശിവാജി ആദ്യം പ്രതിരോധിച്ചു, പിന്നെ ആക്രമിച്ചു, വകവരുത്തി. ഇപ്പോൾ കോട്ടയ്ക്കുള്ളിൽ തുൾജാ ഭവാനിയുടെ ക്ഷേത്രമുണ്ട്. 8 കൈയുള്ള ഭവാനി ദേവിയുടെ വിഗ്രഹമാണ് അവിടുത്തെ മൂർത്തി. വിശാലമായ കോട്ടയുടെ മുകളിൽ നിന്നാൽ മോഹിപ്പിക്കുന്ന, അതിശയിപ്പിക്കുന്ന കാഴ്ചയാണ്. സന്ദർശകർക്കായി ഇവിടെ ഒട്ടേറെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. ഓടിൽ തീർത്ത ശിവാജി പ്രതിമ, അത് ടൂറിസം വകുപ്പിൻ്റെ പാർക്കിൽ സ്ഥാപിച്ചിരിക്കുന്നു. 1957 പ്രധാനമന്ത്രി നെഹ്റുവാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അടിമത്തത്തിൽ നിന്ന്, അധിനിവേശത്തിൽ നിന്ന് രാജ്യം മോചിതമായതിൻ്റെ വീരസ്മരണകളും ചരിത്രവും ഇവിടം സന്ദർശിക്കുന്ന ആരിലും ഉയിരേറ്റും. ഛത്രപതി ശിവാജി മഹാരാജ് കി ജയ് എന്ന് വിളിച്ചേ ഈ കോട്ടയിൽ നിന്ന് മടങ്ങാൻ ആർക്കും തോന്നും. മഹാരാഷ്ട്രക്കാർക്ക് ഛത്രപതി ശിവാജി മഹാരാജ് ദൈവതുല്യനാണ്. സന്ദർശകരിൽ പലരും ആ മണ്ണിൽ തൊട്ട് വന്ദിക്കുന്നത് കാണുമ്പോൾ നമുക്കും അത് ബോധ്യമാകും. നമസ്കാരം.